ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. 42-ാം ദിവസത്തെ ശ്രീകൃഷ്ണഗാഥ പാരായണം. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഇന്നീരാ തന്നൂടെ പുഞ്ചിരിയായൊരു ചന്ദ്രികമയിൽ പാരക്കയായി പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേ കാത്തുകൊള്ളുവാൻ കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തു നിന്നിടുവൻ ആർത്തിയെ തീർത്തു തുണയ്ക്കേണമേ. ഓം ശ്രീകൃഷ്ണായ നമഃ. കുമാരശൽക്കനായ 42-ാം ദിവസത്തെ പാരായണം. ദീനത നീക്കി വസിച്ചു നിന്നിടുന്നു ആനകതുണ്ടൂബി അന്നോരു നാൾ വന്നിച്ചു നിന്നുള്ള നന്ദനന്മാരെ കൺ ഉന്നിച്ചു നിന്നവർ കർമ്മരെല്ലാം ശാശ്വത വാക്കുകളാശ്രയിച്ചിടുന്നു ഈശ്വരന്മാരെന്ന ബോധത്താലേ പുത്രരിൽ നിന്നുള്ളൊരു ചിത്തവും കൈവിട്ടു ഭക്തിയെ കൊണ്ടു പൂകണ്ണു നിന്നാൻ ഉണ്മയെ കണ്ടുള്ളോ രക്തനോടന്നേരം തന്മകനാകീന നിർമ്മലന്താൻ വന്മോഹം പോക്കുന്ന വാക്കുകൾ ചൊന്നവൻ ഉന്മേഷം പൊങ്ങിച്ചാരുള്ളിലേറ്റം നന്ദനൻ ചൊന്നുള്ള വാർത്തകൾ കേൾക്കയാൽ മന്ദത നീക്കിയുണർന്നു പിന്നെ ഭൂമുള്ളോരാനകതുന്നോടി ദീനത തീർത്തു തേങ്ങിനാൻ പാവനയായിട്ടു മേവി നിന്നിടുന്ന ദേവകീ ദേവി താനെന്നോരു നാൾ പാതകമാണ്ടോരു മാതൂലൻ പണ്ടുതാൻ ചേതന പൊക്കീന പൈതങ്ങളെ ചിന്തിച്ചു ചിന്തിച്ചു സന്തതമങ്ങീനെ എന്തുവെന്നിടുന്നു ഉള്ളവുമായി കാകർണൻ തന്നോടു ചൊല്ലി നിന്നിടീനാൻ കാതരയായി കാരിഞ്ഞു പിണ്ണം ദേശികൻ തന്നോടെ പൈതലെ പണ്ടു നീ ഉഷാദി കൊണ്ടെന്നു നൽകിനാൻ പോൽ നിന്നോടെ മാതൂലൻ കൊന്നു കാളഞ്ഞുള്ളോ എന്നോടെ ബാലകന്മാരെ കാൺമാൻ ഏറിയിരുന്നുള്ളോ രാജയുണ്ടാകുന്നു ഏതുമൊന്നാവതേ ഇല്ലയല്ലോ നിങ്കനി ഉണ്ടാകി എങ്ക
കണ്ടപ്പോൾ വന്നിച്ചു നിന്നു പോകണ്ടു. പിന്നെ വന്നതിൻ കാരണം എന്തെന്നു ചോദിച്ചാൽ എന്നതു കേട്ടു മുകുന്ദൻ ചൊന്നാൻ. മാതാവിൻ വേദന പോകുവാനായിട്ട് പാതാള ലോകത്തു പോന്നു വന്നു. വഞ്ചകനായൊരു കഞ്ചന്തൻ കോപത്താൽ തഞ്ചക പൂണ്ടുള്ള പൈതങ്ങളെ അഞ്ചാകെ കൊണ്ടുപോയി അമ്മതൻ കയ്യിലെ ചെഞ്ചമ്മേ നൽകണമെന്നു തന്നെ. നാൻമുഖൻ തന്നൂടെ ശാപത്തെ കൊണ്ടവർ ചാമാറു വന്നു പിറന്നു പണ്ടേ. താപത്തെ തൂകുന്നൊരാപത്തായുള്ളൊരു ശാപത്തെ തീർക്കയും വേണമിപ്പോൾ. ഇങ്ങനെ ചൊന്നവൻ പൈതങ്ങളാരോടും ഇങ്ങു പോയിടുവിനെന്നു ചൊല്ലി. സിരിയും താനുമായി പാരാതെ പോന്നൂതൻ ദ്വാരക തന്നിലെ വന്നു. പിന്നെ കണ്ടവൻ കൈവിട്ടു പൈതങ്ങളാറുമ മാതാവിൻ കയ്യിലെ നൽകി നിന്നാൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. തന്നോട്